ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മാഞ്ചസ്റ്റർ ടു ലണ്ടൻ ഒരു യാത്രയാണ്. അത് ഇവിടുത്തെ ബസ്സിലുള്ള യാത്രയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാഞ്ചസ്റ്ററിലെ ഷുഡൻ ഹിൽ ഇൻ്റർചേഞ്ച് ബസ് സ്റ്റാൻഡിലാണ്. ബസ് സ്റ്റാൻഡിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അർണാൾഡ് സെൻറ്ററിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് ഉള്ളത്. ട്രാമ്പും മെട്രോയും ബസ് സ്റ്റേഷനും എല്ലാം ഒന്നിച്ചുള്ള സ്ഥലം തന്നെയാണ് ഷുഡൻ ഹിൽ ഇൻ്റർചേഞ്ച്. നല്ല വൃത്തിയോടെ സൂക്ഷിക്കുന്ന ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ലണ്ടനിലെ വിവിധ ഭാഗങ്ങളിലേക്കും അതുപോലെ UK വിവിധ ഭാഗങ്ങളിലേക്കും ബസ് സർവീസുകൾ ഉണ്ട്. ബസ്സിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റുകൾക്ക് അല്പം ഗ്യാപ്പ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബുക്ക് ചെയ്തിരുന്ന മുന്നിലത്തെ സീറ്റ് തന്നെ എടുക്കുകയുണ്ടായി. മുന്നിലത്തെ സീറ്റ് എടുത്തു കഴിഞ്ഞാൽ 2-3 പൗണ്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക് വിശാലമായ ഒരു ഇരിപ്പിടം തന്നെ ഉണ്ടെന്ന് പറയും. ഇവിടുത്തെ ലെഗ് സ്പേസും വളരെ വലുതാണ്. മാഞ്ചസ്റ്ററിൽ നിന്നും പോകുന്ന വഴിയിൽ അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമ്മളെ കാണിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്തൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. രാവിലെ അല്പം മഴയുണ്ടായിരുന്നുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് ഒരു ഭംഗി കുറഞ്ഞു. മൂടിക്കിടന്ന മേഘാവൃതമായ അന്തരീക്ഷവുമായിരുന്നു. വാഹനങ്ങളൊക്കെയും നിരനിരയായി പോകുന്നത് നമുക്ക് കാണാം. അവയൊക്കെയും ലൈനുകളിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടുത്തെ നിയമങ്ങൾ തെറ്റിച്ചാൽ തീർച്ചയായും ഫൈൻ വരും. ഇടയ്ക്കിടയ്ക്ക് ക്യാമറകളും കാണാം. ഫ്ലിക്സ് ബസ്സിലാണ് ഇന്നത്തെ യാത്ര. ആ ബസ്സിലെ ഡ്രൈവറും അവരുടെ സുരക്ഷയും നമുക്ക് കാണാൻ പറ്റും. വാഹനം ഓടിക്കുമ്പോൾ വളരെ കൃത്യതയോടെ ഓടിക്കുവാൻ പുറകിൽ നിന്നുള്ള ക്യാമറയാണ് മിററിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സൈഡ് ക്യാമറ അല്ലെങ്കിൽ സൈഡ് മിറർ ക്യാമറ ആയതുകൊണ്ട് തന്നെ വ്യക്തമായ ദൃശ്യമാണ് ഡ്രൈവർക്ക് ലഭിക്കുന്നത്. ഏതാണ്ട് 5 മണിക്കൂർ കൊണ്ടാണ് മാഞ്ചസ്റ്ററിൽ നിന്നും ലണ്ടനിലേക്ക് എത്തിച്ചേരുന്നത്. നല്ല സേഫായിട്ടുള്ള ഒരു യാത്ര തന്നെ ആണെന്ന് പറയാം. രാവിലെ 7 മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് 12 ലണ്ടനിലെത്തും. ഇപ്പോൾ മണി 10:44 ഏകദേശം ലണ്ടനോട് അടുക്കാറായി. വഴിയിൽ നിറയെ പച്ചപ്പായതിനാൽ കാഴ്ചയ്ക്ക് ഭംഗിയേറും. രാവിലെ തന്നെ യാത്ര പുറപ്പെടാൻ കാരണം മുൻകൂട്ടി ഉച്ചയ്ക്ക് ക്രമീകരിച്ചിരിക്കുന്ന പാർലമെന്റ് വിസിറ്റിങ്ങിനുള്ള ടിക്കറ്റ് ഉള്ളതുകൊണ്ടാണ്. ലണ്ടനോട് അടുത്തപ്പോൾ തന്നെ തിരക്കുകൾ റോഡിൽ കാണാനായി. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയും സ്കൂട്ടറിൽ യൂബർ അല്ലെങ്കിൽ ഹോം ഡെലിവറി ചെയ്യുന്ന ആൾക്കാരെ കാണാം. യൂബർ ഈറ്റും ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. അതും നമ്മുടെ മലയാളികളാണ് കൂടുതലായി സർവീസുകൾ ചെയ്യുന്നത്. വൃത്തിയോടുകൂടി പാർക്ക് ചെയ്തിരിക്കുന്ന പാർക്കിംഗ് ശ്രദ്ധിക്കൂ. ഒരു വണ്ടി പോലും ആ ലൈന് വെളിയിലില്ല. ഇതാണ് ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. ആരെങ്കിലും അല്പസമയം ഒന്ന് വണ്ടി മാറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മതി, ബില്ല് ഉടൻ തന്നെ കിട്ടിയിരിക്കും. പോലീസുകാരെ ഇതിനു വേണ്ടി പ്രത്യേകം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയോ സൈക്കിളിൽ സഞ്ചരിക്കുകയോ ചെയ്യുന്നു. വാഹനങ്ങൾ വളരെ കൃത്യതയോടെ ഓടിക്കുന്ന ഒരു രാജ്യമാണ് UK എന്ന് പറയാം. സ്പീഡ് ലിമിറ്റ് അല്പമെങ്കിലും കൂടിയാൽ ഫൈൻ തീർച്ചയായും 20 കിലോമീറ്ററാണ് ഈ റോഡിലെ സ്പീഡ്. കാരണം ഞാൻ ലണ്ടൻ നഗരത്തിലാണ് ഇപ്പോൾ.
വളരെ കൃത്യമായി പാർക്കിംഗ് പറഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ വാഹനം പാർക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ആരും തന്നെ സിഗ്നലുകൾ ഒന്നും തന്നെ ബ്രേക്ക് ചെയ്യുന്നില്ല. കാരണം ബ്രേക്ക് ചെയ്താൽ അവർക്കറിയാം അവരുടെ 1 മാസത്തെ ശമ്പളം കൊടുത്താൽ ഊരിപ്പോരുകയുമില്ല, പല കാരണങ്ങൾ കൊണ്ടും ഫൈൻ കയറുകയും വരും. നിരവധി ടൂറിസ്റ്റ് ബസ്സുകളാണ് ഈ റൂട്ടിൽ ഉള്ളത്. ലണ്ടനിലെ ഡബിൾ ഡെക്കർ ബസ്സും നമുക്ക് കാണാൻ തുടങ്ങി. ലണ്ടന്റെ മനോഹരത ഒപ്പിയെടുക്കുവാൻ തന്നെയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. ഇടവഴിയും ഗ്രാമപ്രദേശങ്ങളും നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരു യാത്രയായിരുന്നു ലണ്ടനിലേക്കുള്ളത്. വിക്ടോറിയ കോച്ച് സ്റ്റേഷനിലേക്ക് ഞാൻ എത്തുകയാണ്. വിക്ടോറിയ കോച്ച് സ്റ്റേഷനിലാണ് ഫ്ലെക്സ് ബസിൻ്റെ അവസാന സ്റ്റോപ്പുള്ളത്. എന്നാൽ വാഹനം തിരികെ പുറപ്പെടുന്നത് വിക്ടോറിയ കോച്ച് സ്റ്റേഷൻ്റെ മറ്റൊരു സൈഡിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ലണ്ടനിലെ തിരക്കുകൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. വഴിയിലെങ്ങും ഒരു പാർക്കിങ്ങോ കാണാനില്ല. കാരണം ഇവിടെ പാർക്കിംഗ് അലൗഡ് ഇല്ലാത്തടത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഫൈൻ ലഭിച്ചിരിക്കും. അതുപോലെ സിഗ്നലുകൾ കറക്റ്റായി പാലിക്കുന്നുണ്ടാകും. വണ്ടി കുത്തിത്തിരികി ആരും ഓടിക്കുന്നില്ല. ഇത്ര തിരക്കേറിയ പട്ടണമായിട്ട് പോലും വാഹനങ്ങളുടെ കൃത്യമായ ഡ്രൈവിംഗ് ഇവിടെ കാണാൻ സാധിക്കും. പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടോ, ബോക്സിനുള്ളിൽ തന്നെയാണ് പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യുള്ളൂ. വാടകയ്ക്ക് വെച്ചിരിക്കുന്ന സൈക്കിളുകളും ഇവിടെ കാണാൻ സാധിക്കും. ഫുട്പാത്തിൽ കൂടിയാണ് ആൾക്കാരുടെ സഞ്ചാരം മുഴുവൻ. വിക്ടോറിയ കോച്ച് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ